ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രത്തിലെ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർച്ചിത ബന്ധമോചനീ ബർബരാളക എന്ന 111 ശ്ലോകം വരെയുള്ള അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. ഇനി വിമർശരൂപിണീ വിദ്യ വിയദാദി ജഗൽപ്രസൂ സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി എന്ന 112 ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ വിമർശരൂപിണി, ദേവിയുടെ 548 നാമമായ വിമർശരൂപിണി, വിമർശരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ദേവി പ്രയോഗിക്കുന്ന ഒരു ശക്തി വിശേഷണമാണ് വിമർശം. തന്ത്രശാസ്ത്രമനുസരിച്ച് പരമശിവൻ പ്രകാശമാണ്. ആ പ്രകാശത്തിന് താൻ ആരാണെന്നും തൻ്റെ ശക്തി എന്താണെന്നും തിരിച്ചറിയാനുള്ള ബോധമാണ് വിമർശം. ചുരുക്കത്തിൽ ശിവൻ്റെ ആത്മബോധമാണ് വിമർശരൂപിണിയായ ലളിതാംബിക. ഈ പ്രപഞ്ചത്തിൽ നാമരൂപാത്മികയായി പ്രത്യക്ഷപ്പെടുന്നവൾ എന്നും അർത്ഥം. പരബ്രഹ്മത്തിൻ്റെ സ്വാഭാവിക സ്ഫുരണമാണ് വിമർശം. ഈ വിമർശശക്തിക്ക് വിധേയമായിട്ടാണ് ഇവിടെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ നടക്കുന്നത്. ഇനി ദേവിയുടെ 549 നാമമായ വിദ്യ, വിദ്യാസ്വരൂപിണി. ലോകത്തിലുള്ള അറിവുകളെ രണ്ടായി തരംതിരിക്കാം. അപരവിദ്യയും, അതായത് ഭൗതിക അറിവുകൾ, അല്ലെങ്കിൽ പരാവിദ്യയും, ആത്മീയ അറിവുകൾ. ഇതിൽ ജനന മരണങ്ങളിൽ നിന്ന് മോചനം നൽകുന്ന പരാവിദ്യ അഥവാ ആത്മവിദ്യയാണ് അമ്മ. പ്രസാദകർ അമ്മയെ ആരാധിക്കുന്ന ഏറ്റവും ഉന്നതമായ തന്ത്രശാസ്ത്ര മാർഗമാണ് ശ്രീവിദ്യ. ഈ വിദ്യയുടെ രൂപവും മന്ത്രവും സാക്ഷാൽ ലളിതാംബിക തന്നെയാണ്. നമ്മെ ഈ ലോകവുമായി കെട്ടിയിടുന്ന അജ്ഞാനത്തെ അല്ലെങ്കിൽ അവിദ്യയെ നീക്കി സത്യം കാണിച്ചു തരുന്ന വെളിച്ചമാണ് വിദ്യാസ്വരൂപിണിയായ അമ്മ. ഉപാസകർക്ക് പരമമായ മോക്ഷം നൽകുന്ന ശ്രീവിദ്യ അല്ലെങ്കിൽ പഞ്ചദശാക്ഷരി വിദ്യ ദേവിയുടെ ശബ്ദരൂപത്തിലുള്ള വിദ്യയാണ്. കൂടാതെ 4 വേദങ്ങൾ, 6 അംഗങ്ങൾ, പുരാണം, ന്യായം, മീമാംസ, ധർമ്മശാസ്ത്രം എന്നിങ്ങനെ 14 വിദ്യകളായും ദേവി വിളങ്ങുന്നു. നമ്മൾ നേരത്തെ ദേവിയുടെ ഒരു നാമം പറഞ്ഞു, അമതിഹി, അതായത് അവിദ്യ. ആ അവിദ്യ എന്ന ഭാവത്തെ ഇല്ലാതാക്കി ഭക്തൻ്റെ ഉള്ളിൽ ജ്ഞാനപ്രകാശം നിറയ്ക്കുന്ന ഭാവമാണ് വിദ്യാസ്വരൂപിണിയായ അമ്മ. ഇനി ദേവിയുടെ 550 നാമമായ വിയദാദി ജഗൽപ്രസൂ. വിയത് എന്നാൽ ആകാശം. ആകാശം തുടങ്ങിയ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവൾ. അതായത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ജഗത്തിനെ പ്രസവിച്ചവൾ. പ്രസു എന്നാൽ പ്രസവിച്ചവൾ എന്നർത്ഥം. പ്രപഞ്ചം ഉണ്ടായപ്പോൾ ആദ്യം ശബ്ദഗുണമുള്ള ആകാശമുണ്ടായി. അതിൽ നിന്ന് സ്പർശഗുണമുള്ള വായുവും ഉണ്ടായി. പിന്നീട് രൂപഗുണമുള്ള അഗ്നിയും രസഗുണമുള്ള ജലവും ഗന്ധമുള്ള ഭൂമിയും ഉണ്ടായി. ഈ പ്രക്രിയയ്ക്ക് പിന്നിലെ ചൈതന്യമാണ് അമ്മ. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഗർഭത്തിൽ വഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവളാണ് പരാശക്തിയായ അമ്മ. എല്ലാ ചരാചരങ്ങൾക്കും നിലനിൽക്കാൻ ഇടം നൽകുന്ന ആധാരശക്തിയാണ് അമ്മ. ഇനി ദേവിയുടെ 551 നാമമായ സർവവ്യാധി പ്രശമനി, എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നവൾ.
പ്രശമനി എന്നാൽ പൂർണ്ണമായി ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥം. ശാരീരികമായ അസുഖങ്ങൾ മാത്രമല്ല, മാനസികമായ വിഷമതകളെയും അമ്മ സുഖപ്പെടുത്തുന്നു. ആദി, അതായത് മനസ്സിനുണ്ടാകുന്ന ഉത്കണ്ഠയും പേടിയും. വ്യാധി എന്നാൽ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ. ഭവവ്യാധി എന്നാൽ ജനന മരണങ്ങളാകുന്ന ഈ സംസാര ചക്രത്തിൽപ്പെട്ടുഴലുന്ന അവസ്ഥ. ഇതിനെയാണ് ഏറ്റവും വലിയ രോഗമായി ആത്മീയശാസ്ത്രം കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് ചിലപ്പോൾ വൈദ്യന്മാർക്കും മരുന്നുകൾക്കും ചികിത്സിക്കാൻ കഴിയാത്ത ഇടത്ത് അമ്മയുടെ കൃപ ഔഷധമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അമ്മയെ വൈദ്യനാഥൻ്റെ, അതായത് ശിവൻ്റെ ശക്തിയായും സങ്കല്പിക്കുന്നത്. അങ്ങനെ ദേവിക്ക് സർവവ്യാധി പ്രശമനി എന്ന ഒരു നാമം. ഇനി ദേവിയുടെ 552 നാമമായ സർവമൃത്യുനിവാരിണി. അകാല മൃത്യുവിനെ തടയുന്നവൾ. സർവമൃത്യു എന്നാൽ എല്ലാത്തരം മരണങ്ങളും, പ്രത്യേകിച്ച് അകാലമൃത്യു അഥവാ അപമൃത്യു, അപകടങ്ങൾ, ദുർമരണങ്ങൾ എന്നിവയിൽ നിന്ന് തൻ്റെ ഭക്തരെ അമ്മ കാത്തുരക്ഷിക്കുന്നു. മരണഭയത്തെ ഇല്ലാതാക്കുന്നവളാണ് അമ്മ. മരണം എന്ന സ്വാഭാവികമായ അവസ്ഥയെ നേരിടാനുള്ള ആത്മധൈര്യം നൽകുന്നു അമ്മ. ജ്ഞാനികൾക്ക് മരണം എന്നത് വസ്ത്രം മാറുന്നതുപോലെ ലളിതമായ ഒന്നാണെന്ന് അമ്മ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ആത്മീയമായ അർത്ഥത്തിൽ വീണ്ടും വീണ്ടുമുള്ള ജനനമരണ ചക്രങ്ങളെ, അതായത് സംസാര മൃത്യു, അമ്മ ഇല്ലാതാക്കുന്നു. അതായത് ഭക്തന് മോക്ഷം നൽകി അമരത്വം പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം. ഭഗവാൻ പരമശിവൻ എങ്ങനെയാണോ മൃത്യുഞ്ജനായിരിക്കുന്നത്, അതുപോലെ തന്നെ മരണത്തെ ജയിച്ചവളും ജയിപ്പിക്കുന്നവളുമാണ് പരാശക്തിയായ ദേവി. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 113 ശ്ലോകമായ അഗ്രഗണ്യാ ചിന്ത്യരൂപ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷനിഷേവിത. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ അഗ്രഗണ്യ, സകല ദേവതകൾക്കും മുൻപേ ആരാധിക്കപ്പെടേണ്ടവൾ. അതായത് ഈ പ്രപഞ്ചത്തിന് തന്നെ മൂലകാരണമായ ദേവിയായതുകൊണ്ട് ദേവിയെ എല്ലാറ്റിനും മീതെയായി പരിഗണിക്കണം. പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനെയോ ദേവതയെയോ കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും മുൻപിൽ വരുന്നത് പരാശക്തിയാണ്. സൃഷ്ടിക്കു മുൻപേ ഉള്ളവളായതിനാൽ അമ്മ ആദ്യയാണ്. സകല പൂജകളിലും കർമ്മങ്ങളിലും ആർക്കാണോ ഒന്നാം സ്ഥാനം നൽകേണ്ടത് അവളാണ് അഗ്രഗണ്യ. ഗണപതിയെ അഗ്രപൂജ്യൻ എന്ന് വിളിക്കുന്നത് പോലെ ശക്തി സ്വരൂപിണിയായ അമ്മയെ സർവത്തിനും ആധാരമായവളായി ഇവിടെ കണക്കാക്കുന്നു. വിദ്യ, ധനം, വീര്യം, സൗന്ദര്യം എന്നിങ്ങനെ ഏതു ഗുണമെടുത്താലും അതിലൊക്കെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവളാണ് അമ്മ. ഇനി ദേവിയുടെ 554 നാമമായ അചിന്ത്യരൂപ. മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തോടു കൂടിയവൾ. അചിന്ത്യ എന്നാൽ ചിന്തകൾക്ക് അപ്പുറമുള്ളത് എന്നർത്ഥം. രൂപം, നിറം, ഗുണം എന്നിവയിലൂടെ സാധാരണ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും എത്രയോ മുകളിലാണ് അമ്മയുടെ യഥാർത്ഥ സ്വരൂപം. മനോവാചാമഗോചര എന്നൊരു നാമം, അതായത് 415 നാമമായി നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആ നാമത്തിനു വരുന്ന അതേ അർത്ഥം തന്നെയാണ് ഈ നാമത്തിൻ്റേതും. മനസ്സുകൊണ്ട് ചിന്തിക്കാനും വാക്കുകൾ കൊണ്ട് പൂർണ്ണമായി വിവരിക്കാനും കഴിയാത്തവളാണ് അമ്മ. അതിനുമൊക്കെ അപ്പുറമാണ് അമ്മയുടെ രൂപം. ത്രിഗുണാതീതയായ അമ്മയെ ഗുണമയമായ മനസ്സുകൊണ്ട് ചിന്തിച്ചറിയുവാൻ കഴിയുകയില്ലല്ലോ. ഉപനിഷത്തുക്കളിൽ പറയുന്നത് പോലെ യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, അതായത്
വാക്കുകൾക്കും മനസ്സിനും എത്താൻ കഴിയാതെ എവിടെ നിന്നാണോ മടങ്ങുന്നത് ആ ചൈതന്യമാണ് ബ്രഹ്മം. ആ ബ്രഹ്മസ്വരൂപിണിയാണ് ലളിതാംബിക. ഒരു ഭക്തൻ അമ്മയെ ഒരു സുന്ദരിയായി സങ്കല്പിക്കുമ്പോൾ മറ്റൊരു ഭക്തൻ അവളെ പ്രപഞ്ചശക്തിയായി കാണുന്നു. എന്നാൽ ഇവയ്ക്കൊക്കെ അപ്പുറം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒരു നിശബ്ദമായ അനുഭവമാണ് അമ്മ. ഇനി ദേവിയുടെ 555 നാമമായ കലികൽമഷനാശിനി. കലികാലത്തിലെ പാപങ്ങളെ ഇല്ലാതാക്കുന്നവൾ. കലിയുഗത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന നാമമാണിത്. ഈ യുഗത്തിൻ്റെ ദോഷങ്ങളിൽ നിന്ന് ഭക്തനെ സംരക്ഷിക്കുന്ന കവചമായിട്ടാണ് ഈ നാമം പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ അഴുക്ക് അല്ലെങ്കിൽ പാപം, അതാണ് കൽമഷം എന്ന് പറയുന്നത്. അവയെയൊക്കെ ഇല്ലാതാക്കുന്നവളാണ് അമ്മ. കലിയുഗത്തിൻ്റെ പ്രത്യേകത അധർമ്മവും അശാന്തിയും അസത്യവും ഒക്കെയാണ്. നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്ന ഇത്തരം മോശം ചിന്തകളെ, അതായത് നെഗറ്റീവ് എനർജികളെ കഴുകി വൃത്തിയാക്കുന്നവളാണ് അമ്മ. അമ്മയുടെ നാമങ്ങൾ ജപിക്കുന്നത് വഴി കലിയുഗ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ഈ നാമം ഉറപ്പു നൽകുന്നു. കലിയുഗത്തിൽ ഏറ്റവും നല്ല മാർഗമാണ് നാമസങ്കീർത്തനം. കലിയുഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രയാസമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അമ്മയുടെ നാമം സ്മരിക്കുന്നത് വഴി സകല പാപങ്ങളും നശിച്ച് മനസ്സ് ഗംഗാജലം പോലെ നിർമ്മലമാകുന്നു. കലിയുഗത്തിലെ ഏറ്റവും വലിയ മോക്ഷമാർഗം എന്ന് പറയുന്നത് ഭഗവത് നാമ കീർത്തനം മാത്രമാണ്. മറ്റുള്ള വലിയ പൂജകളൊക്കെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഭഗവത് നാമ കീർത്തനം എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് കലിദോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധം. ഇനി ദേവിയുടെ 556 നാമമായ കാത്യായനി. കഥൻ എന്ന മഹർഷി പരാശക്തിയായ ദേവിയെ തൻ്റെ പുത്രിയായി ലഭിക്കാൻ കഠിന തപസ്സു ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ പ്രീതയായ അമ്മ അദ്ദേഹത്തിൻ്റെ മകളായി കാത്യായനി എന്ന പേരിൽ ജനിച്ചു. സകല ദേവന്മാരുടെയും തേജസ്സിൽ നിന്നും ഉടലെടുത്ത അതുല്യ തേജസ്സുള്ള കാത്യായനി ദേവിയും ശ്രീ ലളിതാ പരമേശ്വരി തന്നെ. നവദുർഗമാരിൽ 6ാമത്തെ ഭാവമാണ് കാത്യായനി. ശത്രുനാശത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഈ ഭാവം ഉത്തമമാണ്. വൃന്ദാവനത്തിലെ ഗോപികമാർ ഭഗവാനെ ഭർത്താവായി കിട്ടാൻ കാത്യായനി വ്രതം നോറ്റിരുന്നു. തടസ്സമില്ലാത്ത മംഗല്യഭാഗ്യത്തിനും നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാനും ഭക്തർ കാത്യായനി ദേവിയെ അഭയം പ്രാപിക്കുന്നു. ലോകത്തിലെ അധർമ്മത്തെയും അസുരശക്തികളെയും നശിപ്പിച്ച് നീതി സ്ഥാപിക്കുന്ന പരാശക്തിയുടെ വീരഭാവമാണിത്. ഇനി ദേവിയുടെ 557 നാമമായ കാലഹന്ത്രി. കാലത്തെ ഇല്ലാതാക്കുന്നവൾ. കാലം എന്നാൽ സമയം എന്നും മരണം എന്നും അർത്ഥമുണ്ട്. ഹന്ത്രി എന്നാൽ നശിപ്പിക്കുന്നവൾ. പ്രപഞ്ചത്തിലെ സകലതും കാലത്തിന് അധീനമാണ്. എന്നാൽ ആ കാലത്തെ പോലും ഇല്ലാതാക്കാൻ കഴിയുന്ന ഏക ശക്തി പരാശക്തിയാണ്. ഭൂതം, വർത്തമാനം, ഭാവി എന്നീ 3 കാലങ്ങൾക്കും അപ്പുറത്താണ് അമ്മയുടെ സ്ഥാനം. സമയം നിലയ്ക്കുന്ന അവസ്ഥയിലും, അതായത് മഹാപ്രളയം, മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഏക സത്യമാണ് ദേവി. ഭഗവാൻ പരമശിവൻ കാലകാലൻ, അതായത് കാലൻ്റെ കാലൻ ആണെങ്കിൽ ലളിതാംബിക ആ ശിവനോട് ചേർന്ന് നിൽക്കുന്ന കാലഹന്ത്രിയാണ്. തൻ്റെ ഭക്തർക്ക് അകാലമൃത്യു ഉണ്ടാകാതെ സംരക്ഷിക്കുകയും അവർക്ക് കാലത്തെ ജയിക്കാനുള്ള ജ്ഞാനം നൽകുകയും ചെയ്യുന്നവളാണ് കാലഹന്ത്രിയായ അമ്മ. വിനാശകാരിയായ കാലത്തെപ്പോലും ഗ്രസിക്കുന്ന മഹാകാളിഭാവമാണിത്. കാലനെ പോലും ഹനിക്കുന്നവളാണ് കാലഹന്ത്രിയായ ദേവി. ഇനി ദേവിയുടെ
558 നാമമായ കമലാക്ഷ നിഷേവിത. കമലാക്ഷൻ അല്ലെങ്കിൽ താമര കണ്ണുള്ളവൻ, ഇത് മഹാവിഷ്ണുവിൻ്റെ പേരാണ്. മഹാവിഷ്ണുവിനാൽ പോലും സേവിക്കപ്പെടുന്നവളാണ് ലളിതാംബികാ ദേവി. ദേവിക്ക് പത്മനാഭ സഹോദരി എന്ന ഒരു നാമം തന്നെയുണ്ടല്ലോ. ലോകത്തെ പരിപാലിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം വിഷ്ണുവിൻ്റെതാണ്. ആ ചുമതല കൃത്യമായി നിർവഹിക്കാനുള്ള ശക്തി ഭഗവാന് ലഭിക്കുന്നത് ദേവിയിൽ നിന്നാണ്. അതായത് ദേവിയെ ഉപാസിക്കുന്നതിലൂടെയാണ് ആ ശക്തി മഹാവിഷ്ണുവിന് ലഭിക്കുന്നത്. മഹാവിഷ്ണു ദേവിയെ ഇന്ദ്രനീലമയ്യായി സങ്കല്പിച്ചുകൊണ്ട് ഭജിച്ചിട്ടാണ് വിഷ്ണുത്വം പ്രാപിച്ചതെന്ന് പത്മപുരാണത്തിൽ പറയപ്പെടുന്നു. ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലിനോക്കാം. വിമർശരൂപിണീ വിദ്യാ വിയദാദി ജഗൽപ്രസൂ സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യാ ചിന്ത്യരൂപാ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷനിഷേവിത. ഓം ശ്രീ മഹാദേവി നമഃ. ഹരേ കൃഷ്ണ.